ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സമയം അധികരിച്ചു പോയി. നമുക്ക് കാസർഗോഡെത്തണം, അസംസ്കരിക്കണം, നിസ്കരിക്കണം. അത് കഴിഞ്ഞ് 5 മണിക്ക് യോഗം തുടങ്ങണം. ഏറ്റവും ബഹുമാനമുള്ള സുൽത്താനും അടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാർ, മുഷാവറ അംഗങ്ങൾ, സാദാത്യങ്ങൾ, ഉപനായകന്മാരായ സയ്യിദ് ഖലീൽ മുഖാലിത്തങ്ങൾ, പേരോട് മുസ്ലിം അടക്കമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ആദ്യം കാസർഗോഡാണ് എന്ന് നിശ്ചയിക്കുകയും പിന്നീട് തലപ്പാടിയിലാണ് എന്ന് നിശ്ചയിക്കുകയും അൽഹംദുലില്ലാഹ് അവസാനം മഹാനായ സയ്യിദ് മദനി തങ്ങളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തും മഹാനായ താജുൽ ഉലമയുടെ ജീവിതത്തിൻ്റെ 90% നേതൃത്വം നൽകി പ്രവർത്തിച്ച കർമ്മഭൂമിയിൽ വെച്ചു ഇത് ഉദ്ഘാടനം ചെയ്യാൻ, ഇത് പതാക കൈമാറാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും അള്ളാഹുവിനെ സ്തുതിക്കാം. ഇവിടെ കാണുമ്പോൾ AP ഉസ്താദിൻ്റെ ഒരു കർണാടക യാത്ര ഇവിടെ പതാക കൈമാറലാണോ എന്ന് തോന്നിപ്പോകുന്നു. അത്രയും അധികം ഇവിടെ ഉള്ളത് എൻ്റെ കണക്കിൽ 90% കർണാടകക്കാർ തന്നെ. മലയാളക്കാരെല്ലാം ഇൻഷാ അല്ലാഹ് അവരെ ചെറുക്കളിൽ ഒരുമിച്ചു പോകും. ഒരു പേടിയില്ല. മഹാനായ താജുൽമാൻ്റെ അതുപോലെ കോറത്ത് കോയമ്പത്തങ്ങൾ അവരൊക്കെ മരണപ്പെട്ടു. അവരുടെ ആ ഒരാത്മീയമായ സഹകരണം നമ്മളുണ്ടാകും. ഹയാത്തുള്ള സയ്യിദ്മാരുടെ മഹാനായ മിച്ചിക്കോയത്തങ്ങൾ, മസൂദങ്ങൾ എല്ലാവരുമുണ്ട്, എല്ലാവരും സഹകരണം. ഒരു സംഭവം മാത്രം ഉണർത്തി ഞാൻ നിർത്തുകയാണ്. നമ്മളുടെ എറണാകുളം സമ്മേളനത്തിൻ്റെ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും സിയാറത്തിന് പോയി വന്ന് എൻ്റെ മകളെ കുട്ടിയും ഭീമാപ്പളഞ്ഞ് തുടങ്ങിയത് സിയാറത്ത് വന്ന് മകരുവാകുമ്പോൾ കോഴിക്കോടെത്തി. കാലിക്കട്ടവറിലെ റൂം ബുക്ക് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. ജമാഅത്ത് കഴിഞ്ഞു നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ മഹാനായ സുൽത്താനുൽ ഉലമയും മഹാനായ അമീരത്തെ സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങളും അവിടെയുണ്ട്. ഇത് രണ്ടാമത് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നോട് സുൽത്താനുൽ ഉലമയോ അഹ്ദൽ തങ്ങളോ പ്രാവിൽ തങ്ങളൊന്നറിയില്ല, തങ്ങൾ വരുന്നുണ്ടോ എവിടത്തേക്ക്? ഞങ്ങൾ CM വലിയുള്ളതിൻ്റെ അടുത്ത് പോവുകയാണ്, CMൻ്റെ അടുത്ത് പോവുകയാണ്. അത് സന്തോഷം, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പോയപ്പോൾ എറണാകുളം സമ്മേളനത്തിൻ്റെ കാര്യം ഇപ്പോൾ സന്തോഷത്തോടെത്തിക്കുന്ന എന്തായി എറണാകുളം സമ്മേളനത്തിനും അതൊക്കെ നന്നായി, അത് വിജയിക്കും, നന്നായി നടത്തണം, ഞാനവിടെ ഉണ്ടാകും. ഇത് ഞാൻ തന്നെയാണ് സാക്ഷി, ഇത് റിവായത്തൊന്നുമല്ല. അതുപോലെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു താജുൽ ഉലമ നമ്മളെ കൂടെ ഉണ്ടാകും. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ പരിപാടി അവസാനിക്കുന്നത് വരെയും ദുനിയാവിലും ആഖിറത്തിലും സ്വർഗത്തും താജുൽ ഉലമയുടെ കൂടെ അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടിയതാശ. അതുകൊണ്ട് നമുക്കിതിൽ വലിയ അഹങ്കാരമില്ല, അതല്ലെങ്കിൽ കിബറില്ല,
അല്ലെങ്കിൽ ആരെയും ധരിപ്പിക്കാനോ ആരെങ്കിലും ഭീഷണിപ്പെടുത്താനോ അല്ല. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി വളർത്തുകയും അതുപോലെ തന്നെ മാനവ ഐക്യം, നമുക്കറിയാം എല്ലാ സമുദായങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഭാഷയും എല്ലാ ആചാരങ്ങളുമുള്ളൊരു ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒരു പ്രമേയമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള സ്നേഹത്തിൻ്റെ പ്രമേയം. ഇൻഷാ അല്ലാഹ് പുതിയ വർഷത്തിലാണ്, നാം 1-ാം തീയതിയാണ്. ഈ കൊല്ലം മുഴുവനും ഇതിനടുത്ത കൊല്ലവും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയിൽ മുന്നോട്ട് പോകും. അള്ളാഹു ശക്തിപ്പെടുത്തുകയും ഇന്ത്യ രാജ്യത്തും കർണാടകയിലും കേരളത്തിലും എല്ലാ സ്റ്റേറ്റുകളിലും മതസൗഹാർദ്ദത്തിന് സുന്ദരമായ അന്തരീക്ഷവും ശോഭനമായ നല്ല ഭാവിയും അള്ളാഹു നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കാസർഗോഡ് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള യാത്ര, 3ാമത്തെ കേരള യാത്ര നടക്കുകയാണ്. സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ്, ബദറു സാദാത്ത്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ കേരള യാത്രയുടെ ഉദ്ഘാടന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് കർണാടകയിൽ നിന്ന് തുടങ്ങിയ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇന്നത്തെ, അതേപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തിന്റെ യാത്ര ഇവിടെ എത്തുമ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് 2014 കർണാടകയിൽ നടത്തിയ കർണാടക യാത്രയാണ് ഓർമ്മ വരുന്നത്. 2014 സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് ഒരു കർണാടക യാത്ര നടത്തിയതിന് ശേഷം 11 വർഷക്ക് ശേഷം ആദ്യമായി ഒരു കേരള യാത്ര കൂടി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ പ്രമേയം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതത്തിന്റെ ഒരു ഫേസും കൂടിയാണ് ഈ മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ പ്രമേയം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ്, ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ് സാദാത്ത്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കൾ നാളെ ഇതുവരെ ഈ സമൂഹത്തിനും ഇന്ത്യ രാജ്യത്തിനും പറഞ്ഞു കൊടുത്ത സന്ദേശം മനുഷ്യത്വം മാത്രമായിരുന്നു. ഇതിനിടെ ബാംഗ്ലൂരുവിലെ യളാങ്കയിൽ നടന്ന വസീം ലേഔട്ടിലെയും അതേപോലെ തന്നെ ഫക്കീർ ലേഔട്ടിൽ നടന്ന പാവങ്ങളായ 200ഓളം ജനങ്ങളുടെ വീടുകൾ തകർക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആദ്യമായി കർണാടക മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതുകയാണ്. അവിടെയുള്ള പാവങ്ങൾക്ക്, അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് എന്നായിരുന്നില്ല ഉസ്താദിന്റെ കത്ത്, അവിടെയുള്ള പാവങ്ങൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ അർഹമായ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് കർണാടക മുഖ്യമന്ത്രിയോട് കത്തെഴുതി ആവശ്യപ്പെട്ടപ്പോൾ കർണാടക മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, കർണാടക ന്യൂനപക്ഷ വഖഫ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട സമീർ അഹമ്മദ് സാബ് അടക്കമുള്ള നേതാക്കൾ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ ആ കത്തും അതേപോലെ തന്നെ കോൺഗ്രസിലെ നേതാവായ കെ.സി. വേണുഗോപാലിന്റെ നിർദ്ദേശവും അനുസരിച്ച് നാളെ കർണാടകയിൽ വീട് തകർക്കപ്പെട്ട ആളുകൾക്ക് കർണാടക ഗവൺമെന്റ് 200ഓളം കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനിക്കുകയും നാളെ ആ തീരുമാനം നടപ്പിൽ വരികയാൻ പോവുകയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ച മുമ്പ് കർണാടക ജമിയത്തുൽ ഉലമയുടെ മീറ്റിംഗ്, ഹനഫികളുടെ മീറ്റിംഗ് നടന്നപ്പോൾ ഹനഫികൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങളെ ഇടപെടുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവിടെ അത് വലിയ തരത്തിൽ ഇടപെടുന്നത് മറ്റു വിഭാഗക്കാരാണ് എന്നുള്ള വിശാലമായ ചർച്ച നടന്നപ്പോൾ കർണാടകയുടെ 8000ഓളം അടങ്ങുന്ന മുഫ്തിമാർ അടങ്ങുന്ന ആ കർണാടക ജമിയത്തുൽ ഉലമയിലെ ചർച്ച നമുക്ക് ഇന്ത്യയിൽ മുസ്ലിമീങ്ങളുടെ വിഷയം വേണ്ട രൂപത്തിൽ വേണ്ട സ്ഥലത്ത് പറയാൻ ഒരു മുഖമുണ്ട്, അത് സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദാണ്. അതുകൊണ്ട് എ.പി. ഉസ്താദിനെ
ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് ഒരു നേതാവ്, സുന്നത്ത് ജമാഅത്തിന് ഒരു നേതാവുണ്ട് എന്നുള്ള ആ ചർച്ച കൂടി നടക്കുകയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കേരള യാത്ര നടക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്തിന്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും നേതാക്കളോടുള്ള വിനയ പുരസരമുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഉസ്താദിന്റെ ആരോഗ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു യാത്ര ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നടത്തണം. അത് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് വളരെ ആവശ്യമാണെന്ന് മാത്രം ഈ സന്ദർഭത്തെ പറഞ്ഞുകൊണ്ട് കർണാടക വഖഫ് കൗൺസിലിന്റെ വകയായി കർണാടക മുസ്ലിം ജമാഅത്തിന്റെ വക എല്ലാവിധ ആശംസകൾ ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.